ഞാൻ രശ്മി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാലപ്പമാണ്. തേങ്ങ ചേർക്കാത്ത, ചോറ് ചേർക്കാതെ ഉണ്ടാക്കുന്ന പാലപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം. ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള പാലപ്പമാണ്. നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റും അരികൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള പാലപ്പമാണ്. ഈ പാലപ്പം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇത് തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പാലപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനു മുമ്പേ ഞാനൊരു ചിക്കൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പേരിടൂ സമ്മാനം നേടും എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരുപാട് നല്ല നല്ല പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജനുവരി 30 ലാസ്റ്റ് ഡേറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം. നിങ്ങളുടെ കമന്റ്സ് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എനർജി തരുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കമന്റ്സ്. അപ്പോൾ ഈ കമന്റ്സ് അയച്ചവർക്കെല്ലാം ഒരുപാട് നന്ദി. ഇനിയും കമന്റ്സ് ഒക്കെ അയക്കുക. ഓൾവേസ് കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത അവലില്ലേ, വെളുത്ത അവല്, അതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരു 1/2 കപ്പ് 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. തന്നെ വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഡ്രൈ ഈസ്റ്റാണ്. ഈ ഈസ്റ്റ് ചീത്തയായിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാവുള്ളൂ കേട്ടോ. ഈസ്റ്റ് നല്ലതാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയായിരിക്കുമല്ലോ. 1 നുള്ള് ഈസ്റ്റും 1 നുള്ള് പഞ്ചസാരയും കൂടെ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ നല്ല ഈസ്റ്റാണ്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അപ്പം നന്നാവില്ല. ഈ ഈസ്റ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഹൈ റേഞ്ച് എന്നുള്ള ഒരു കമ്പനിയാണിത്. ഇതെനിക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെയ്ക്കും മോശമായിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കും. ഇതുവരെയ്ക്കും ഒന്നും ചീത്തയായിട്ടൊന്നുമില്ല. ഇത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1.25 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു വരാം. ഇതിപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് അരക്കണം കേട്ടോ. മാവ് കുറച്ച് ചൂടായിട്ടുണ്ട് അരച്ച സമയത്ത്. അത് കുഴപ്പമില്ല, ചൂടായിക്കോട്ടെ. ഇപ്പം മൊത്തം ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് തിക്കാവണ്ട നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ്. കുറച്ചൊരു ലൂസായിട്ടിരുന്നാൽ മതി. നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കാം. ഒരുപാടങ്ങ് ഇളക്കി ആ പത അങ്ങ് കളയണ്ട. നമുക്ക് ഈ പതയോടുകൂടി തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പിട്ട് വെച്ചത്. നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നടുഭാഗം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. കണ്ടോ, സൈഡൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അരികൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട്, നടുപ്പൊക്കെ നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് അപ്പച്ചട്ടി ഇല്ലാതെ ഇതുപോലൊരു പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. തണുത്തിട്ടൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് കേട്ടോ. ഉണ്ടാക്കി ഒരു കാസറോളിലിട്ട് അടച്ചു വെച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞാലും കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഹോൾസ് ഒക്കെ വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല ഹോൾസ് ഒക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ തേങ്ങ ചേർക്കാത്ത, ചോറ് ചേർക്കാത്ത പാലപ്പം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ട ഉൾഭാഗം ഒന്ന് നോക്കിക്കേ, എന്ത് സോഫ്റ്റാണ്, എന്ത് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അരിക്കൊക്കെ കണ്ട നല്ല മുരിഞ്ഞ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ചിക്കൻ കറിയും കൂട്ടിയാണേ കഴിക്കുന്നത്. അടിപൊളിയാണ്. ഇത് തേങ്ങ ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഇൻസ്റ്റൻറ്റ് പാലപ്പം തന്നെ പറയാം. എത്ര കുറച്ച് സമയമാണ് നമ്മളെടുത്തത്. പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. ഈ പാലപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഫെയിലാവില്ല. നോ ഫെയിൽ പാലപ്പമാണ്, ഞാൻ ഗ്യാരണ്ടി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.